ഈ പറയുന്ന കുത്തക മൊണോപ്പൊളിയുടെ കാര്യം പ്രതിപക്ഷം പറയുന്നത് വളരെ വാലിഡായിട്ടൊരു പോയിന്റാണ്. ഷിജോ കുര്യനാണ്. ഷിജോ പറയൂ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ ദേശീയ സുരക്ഷ, പൊതുതാൽപര്യം, മത്സരക്ഷമത, നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ, വിഴിഞ്ഞത്തിന് ദീർഘദൂര വികസനം എന്നീ കാര്യങ്ങൾ പരിഗണിച്ച് മാത്രമേ ഒരു തീരുമാനമെടുക്കൂ. വിഴിഞ്ഞത്തിന് ദീർഘദൂര വികസനമാണ് കേരളത്തിന് താല്പര്യം. ഈ പറയുന്നത് പോലെ അതിനെ അങ്ങനെ വലിയ അനുപാതത്തിൽ എതിർക്കേണ്ട കാര്യമില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ തന്നെ പ്രതിപക്ഷത പറയുന്നതിന് മുഖവിലേക്ക് എടുക്കുന്നുണ്ട് വി ഡി സതീശൻ. വിഴിഞ്ഞത്തിന് ദീർഘദൂര വികസനത്തിന് വേണ്ടി ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചാൽ മുന്നോട്ട് പോവുക. ഈ പറയുന്ന രീതിയിൽ മൊണോപ്പൊളി ഉണ്ടാവുന്ന പശ്ചാത്തലം ഉണ്ടാവില്ല. സംസ്ഥാനത്തിന് താല്പര്യം സംരക്ഷിച്ച് മാത്രമേ വിഴിഞ്ഞത്ത് മുന്നോട്ട് പോകൂ എന്ന് പറയുന്നുണ്ട്. MSC എങ്ങനെ വിഴിഞ്ഞത്തെ ഉപയോഗപ്പെടുത്തുമെന്ന് പരിശോധിക്കണം. വിഴിഞ്ഞത്ത് കുത്തക ഉണ്ടാവില്ല എന്ന ഉറപ്പ് വി ഡി സതീശൻ പറയുന്നു. കോമൺ യൂസർ ഫെസിലിറ്റി ഉണ്ടാവണം. നിക്ഷേപങ്ങളെ പ്രൊമോട്ട് ചെയ്യണം. ഇക്കാര്യങ്ങളൊക്കെ അത് സർക്കാരിന് മുൻപിൽ വരുമ്പോൾ പരിശോധിക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ പറയൂ. കാശ്മീർ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമ വാർത്തകളിലാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകിയത്. ഇതിനകത്ത് മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വരുത്തുകയും ചെയ്യുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 26% വരുന്ന ഓഹരികൾ വിൽക്കാൻ അദാനി പോർട്സ് ശ്രമിച്ചാൽ അതിനെ ഒരു സ്വകാര്യ കമ്പനിക്ക് പൂർണ്ണമായിട്ട് കൊടുക്കുന്നതായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അത് വിഴിഞ്ഞത്തിന്റെ വികസന സാധ്യതകളെ മൊത്തത്തിൽ മാറ്റിമറിക്കുകയും വിഴിഞ്ഞം ഒരു കുത്തക മൊണോപ്പൊളിയായിട്ട് മാറും എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതിപക്ഷം പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളിനകത്ത് അദാനി പോർട്സ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ യാതൊരു അറിയിപ്പും സർക്കാരിനെ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല. ഒരു കത്തിടപാടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല. എല്ലാം മാധ്യമ വാർത്തകളിലൂടെ മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾക്ക് മറുപടിയായിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞത്. ഒരു തരത്തിലും വിഴിഞ്ഞത്തെ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പ്രവർത്തിക്കാനുള്ള കേന്ദ്രമായിട്ട് മാറ്റാൻ അനുവദിക്കുകയില്ല. ദേശീയ താല്പര്യം സംരക്ഷിക്കും. അതോടൊപ്പം തന്നെ ജനത്തിന്റെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തികളായിരിക്കും വിഴിഞ്ഞത്ത് നടക്കുക. അതോടൊപ്പം തന്നെ ഒരു യൂസർ ഫ്രീ ആയിട്ട് നടക്കാൻ കഴിയുന്ന ഒരു ഫെസിലിറ്റി സൗകര്യം അവിടെ ഉണ്ടാക്കും. അത് എല്ലാവർക്കും അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സൗകര്യമുണ്ടാക്കും. ഒരാളിൽ മാത്രം കേന്ദ്രീകരിച്ച് പോവുകയില്ല എന്നുള്ള കാര്യത്തിനകത്ത് മുഖ്യമന്ത്രി എന്തായാലും നിയമസഭയിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇതിലെടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു യൂറോപ്യൻ കമ്പനിയായിട്ടുള്ള ഒരു കമ്പനിക്ക് ഏതാണ്ട് 49% ഓഹരി വിൽക്കാനുള്ള തീരുമാനം അദാനി പോർട്സ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പക്ഷേ ഇക്കാര്യത്തിനകത്തൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇടപെടലും അവിടെ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 5 കാര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ കൂടി വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷത്തിന് മറുപടിയായിട്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ താല്പര്യം സംരക്ഷിക്കും, ദേശീയ സുരക്ഷ ഉറപ്പുവരുത്തും. അതോടൊപ്പം തന്നെ പൊതു താല്പര്യം ഉറപ്പുവരുത്തിക്കൊണ്ട് ദീർഘവീക്ഷണത്തോട് കൂടിയുള്ള വിഴിഞ്ഞത്തിന്റെ വികസന പ്രവൃത്തികൾക്ക് മുൻതൂക്കം നൽകും. ഒരു കുത്തകയായിരിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് എന്തായാലും പ്രതിപക്ഷം ഈ വിഴിഞ്ഞം തുറമുഖത്തെ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് അതിന്റെ ഓഹരി വിൽക്കാൻ പോകുന്ന തീരുമാനത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം അല്ലെങ്കിൽ സഭയിൽ അറിയിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ഔദ്യോഗികമായിട്ടുള്ള യാതൊരു ഇടപെടലും നിലവിൽ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ അറിയിച്ചിരിക്കുന്നത്. ഹാഷ്മി, വിഴിഞ്ഞം തുറമുഖം ഇനി വികസിക്കാനുണ്ട്. അപ്പോൾ അതിന്റെ കപ്പാസിറ്റി ഓഗ്മെന്റേഷൻ കഴിയുമ്പോൾ വേറെ ഷിപ്പിംഗ് ലൈൻസിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമുക്ക് വളരെ കൃത്യമായ പ്ലാനുണ്ട്. അപ്പോൾ MSC അങ്ങോട്ടേക്ക് വരികയും സമ്പൂർണ്ണമായി അവരുടെ ആധിപത്യത്തിലേക്ക് വന്നാൽ ബാക്കി ഷിപ്പിംഗ് ലൈൻസ് ഇങ്ങോട്ട് വരാൻ വിമുഖത കാണിക്കുക എന്ന് മാത്രമല്ല, അങ്ങോട്ട് വരാതിരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. മൊത്തത്തിൽ ആ പോർട്ട് MSCയുടെ കയ്യിലേക്ക് പോകും. ആ പോർട്ട് കുത്തക വൽക്കരിക്കപ്പെടും. അത് തുറമുഖത്തിന് ഗുണകരമല്ല എന്നുള്ള ഒരു ശരിയായ കാര്യം പ്രതിപക്ഷത ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.